റിവ്യൂസ് ആദ്യമേ എടുത്ത് കാണാതെ നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ സിനിമ കണ്ടുകൊണ്ടിരുന്നത്? എല്ലാ റിവ്യൂവും കഴിഞ്ഞിട്ടാണോ സിനിമ കാണുന്നത്? അല്ല, മുതിർന്നവർക്കും ഒരു സ്റ്റോറി ഉണ്ട്, കൊള്ളാം. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമല്ലേ? നമ്മളൊക്കെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബോറടി. ബാറൂസാണ്, കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഭയങ്കര വാവ് ഫാക്ടറായിട്ട് തോന്നിയില്ല. കൊള്ളാം, നല്ല രസം, എല്ലാം ഇഷ്ടപ്പെട്ടു, കൊള്ളാം. മുതിർന്നവർക്കും ഒരു സ്റ്റോറി ഉണ്ട്, കൊള്ളാം. നല്ലായിരുന്നു, കുഴപ്പമില്ല. ഓഡിയോ ഒക്കെ കൊള്ളാം. നല്ല ഫിലിം, എല്ലാവർക്കും കാണാം, ഫാമിലി ആയിട്ട് വന്ന് കാണാം. കൊള്ളാം. ഞാൻ സാധാരണയായിട്ട് ഒരു ഫിലിമിന് ഒരു മോർ ദാൻ വൺ ടൈം ഞാൻ കാണാറില്ല. സോ നല്ല സിനിമയാണ്. പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. അത് മാറ്റി നിർത്തിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ടെക്നിക്കലി ഇറ്റ്സ് ബ്രില്യൻറ്റ്. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഗ്രേഡിങ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമല്ലേ? വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. നല്ല മൂവിയായിരുന്നു. 3D വിഷ്വൽസൊക്കെ നല്ല രസമായിരുന്നു. മോഹൻലാൽ തന്നെയായിരുന്നു, ബെസ്റ്റായിരുന്നു. ആ ഇസബelle എല്ലാം ഞാൻ റിവ്യൂ കേട്ടു. പക്ഷേ എനിക്കത് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ വന്നിരുന്ന ആ രീതിയിൽ ഒരു മൂവി കാണുവാണെങ്കിൽ നമുക്കെല്ലാം നെഗറ്റീവായിട്ട് തോന്നും. നമ്മൾ ബ്ലൈൻഡായിട്ട് അത് മൊത്തത്തിൽ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പ്യുവറായിട്ടൊരു എന്താണ് സ്റ്റോറി, എങ്ങനെയാണ് എന്ന് നമ്മളത് എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നുള്ളൂ. അങ്ങനെ തന്നെ പോയി കാണും. നമ്മൾ നെഗറ്റീവ് ഈ റിവ്യൂസ് ആദ്യമേ എടുത്ത് കാണാതെ നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ സിനിമ കണ്ടുകൊണ്ടിരുന്നത്? എല്ലാ റിവ്യൂവും കഴിഞ്ഞിട്ടാണോ സിനിമ കാണുന്നത്? അല്ലല്ലോ, നമ്മൾ ചെന്ന് കാണുന്നു, കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നു, അങ്ങനെ തന്നെ പോകുന്നു. അതുപോലെ നിങ്ങൾ കാണുക. എല്ലാം ഇപ്പം കുറേ കമൻറ്റ് കേട്ടിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ട് ചെന്നിരുന്നൊരു മൂവി കണ്ടാൽ നമുക്കും അങ്ങനെ ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ആ ഒരു കണ്ണോട് കൂടിയായിരിക്കും നമ്മൾ നോക്കുന്നത്. എന്തോ നെഗറ്റീവ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കരുത്. നല്ല പ്യുവർ മൈൻഡോട് കൂടി പോയിരുന്ന് കാണുക. നല്ല മൂവിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. കൊള്ളാമായിരുന്നു. അത് ഇച്ചിരി കൊള്ളാമായിരുന്നു. കുഴപ്പമില്ല, കുട്ടികൾക്ക് കാണാം, പ്രശ്നമില്ല. നമ്മളൊക്കെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബോറടിക്കും. കുഴപ്പമില്ലായിരുന്നു. അത്ര ഒരു ആവറേജാണ്. കുട്ടികൾക്ക് രസിക്കാൻ പറ്റുമൊന്നുമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരും. കുഴപ്പമില്ല. 3D ഒക്കെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ 3D കൊള്ളാം, ബാക്കി കൊള്ളാം. ബാറൂസാണ്, കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഭയങ്കര വാവ് ഫാക്ടറായിട്ട് തോന്നിയില്ല. 3D കുഴപ്പമില്ല, നല്ല വിഷ്വലായിട്ട് ഉള്ളുണ്ട്. പക്ഷേ കുഴപ്പമില്ല, പ്രതീക്ഷിച്ച അത്ര ഒരു കുഴപ്പമില്ല, ആവറേജ് ഇല്ല. പടം കൊള്ളാം. ഒരു തവണ പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറയാറിനൂടാ. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആണ്. 3D കൊള്ളാം, 3D കൊള്ളാം. പടം നല്ല പടമാണ്.